يفتن إلى هذه المشكلة البحثية. هذا لا يتم في عشية أو ضحاها. പെട്ടെന്നുണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ റിസർച്ചിൽ നമ്മൾക്ക് പരിചയം ഉണ്ടാവും ലിറ്ററേച്ചർ റിവ്യൂ കദാലിക ഔ ദിറാസാത്ത് അസ്സാദിക ഫി ഹാദൽ മൗദൂ. അതെന്തിനാവുന്നു വെച്ചത്? അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള റിസർച്ചിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു മേക്ക് സം പൈലറ്റ് സ്റ്റഡി. ഒരു 4, 5, 6 മാസമെങ്കിലും ഈ പറഞ്ഞ ലിറ്ററേച്ചർ ഒന്ന് മറച്ചു നോക്കിയാലേ നമ്മളുടെ ഏരിയ ഏതാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുകയും അവിടെ നിന്നാണ് ശരിക്ക് ഈ റിസർച്ച് പ്രോബ്ലം ഉത്ഭവിക്കുന്നത്. فالمشكلة البحثية التي نحن نلمس في أثناء دراستنا يأتي إلينا حينما نحن نطالع هذه الدراسات السابقة. ഒരു പൈലറ്റ് സ്റ്റഡി നടത്തിയിരിക്കണം. അത് ഇവിടെ പറയേണ്ട കാര്യമില്ല, നമ്മൾ അതിലേക്ക് ഒരുപാട് മുന്നേറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൈലറ്റ് സ്റ്റഡിയാണ് നമുക്ക് ഏത് മേഖലയിൽ കൈവക്കണം എന്നുള്ളതിന് ഒരു ഇൻസൈറ്റ് നൽകുന്നത്. അങ്ങനെ നോട്ട് ചെയ്താണ് നമ്മൾ പറഞ്ഞത് التركيز على الموضوع ثم ندخل أو دخلنا المشكلة التي تدور حولها جميع هذه الدراسات في هذه السنوات الثلاث أو الخمس. അപ്പോൾ അത് നന്നായിട്ട് കണ്ടെത്താനുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. الدراسات السابقة ومطالعتها والاطلاع عليها من كل جانب. ഇബ്നു ഖൽദൂന്റെ منهج ഇബ്നു ഖൽദൂൻ في عمله المقدمة എന്നൊരു വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് നഖ്ദിയൻ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ പറ്റി എഴുതിയ ആ മനഹജിനെ പറ്റി എഴുതിയ 4, 5, 6 പുസ്തകം ഒന്ന് നോക്കുമ്പോഴാണ് ഇനി എവിടെയാണ് നമുക്ക് കൈവെക്കാനുള്ളത് മനസ്സിലാവും. ഈ 5 പുസ്തകങ്ങളെ പറ്റിയുള്ള ഒരു ജനറൽ സർവേ നമുക്ക് ആവശ്യമായിരിക്കും. അപ്പം നമ്മൾ ആഫ്റ്റർനൂൺ ഇൻഷാ അല്ലാഹ് നതകല്ലം ഹൗല അൽ അബ്വാബ് വ തസ്നീഫ് വ തദ്വീബ് അല്ലതി നഹ്താജ് ഇലൈഹി ഫി കിതാബത്തിൽ തുറക്കി. അപ്പോൾ അതിൽ പറയേണ്ട ഒരു വിഷയം നമ്മളുടെ പഠനത്തിലും എഴുത്തിലും ദിറാസാത്ത് സാദിഖയെ പറ്റിയിട്ട് നല്ല ഒരു റിവ്യൂ ഒരു ചാപ്റ്ററിലോ മിനിമം നടത്തിയിരിക്കണം. അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അത് പറയുമ്പോൾ മാത്രമേ ഇനി എൻ്റെ റോൾ, വാട്ട് ഈസ് മൈ റോൾ ഇൻ ദിസ് സബ്ജക്റ്റ് എന്ന് പറയാൻ ഈ ചാപ്റ്റർ കഴിയുന്നതോടുകൂടെ സാധിക്കണം. നമ്മളുടെ പുസ്തകം അമല് ഒരു സാധാരണക്കാരൻ ഒരു അക്കാഡമിക് ലെവലിൽ വായിക്കുകയാണെങ്കിലും ഇനി ഇത് അവാർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറേ പ്രോസസ്സ് ഉണ്ട്, എക്സാമിനേഴ്സ് ഉണ്ട്, വാല്യുവേഷൻ ഉണ്ട്, മെനി തിങ്സ്. അപ്പോൾ അവരുടെ കൈകളിൽ പെടുകയാണെങ്കിലും അവരാദ്യം വായിക്കുന്നതായിരിക്കും അവ്വലു ഷൈഇൻ യഖഉ അലൈഹി അയ്നുഹു മാദാ ലൈസ അൽ മവാഹിബ് ല
وليس عدد الصفحات لا بل أول شيء يهتمون به هو ما هي المشكلة أو النقاط الهامة التي يتناولها الباحث. അതിന് കൃത്യമായ ആൻസർ കൊടുത്താൽ നമ്മളെ പറ്റിയിട്ട് നല്ലൊരു അപ്രിസിയേഷൻ ഈ പറഞ്ഞ വർക്കിലൂടെ മിച്ചം വെക്കാൻ പറ്റുമെന്നാവും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം എഴുതിയത് തർക്കീസ് അല്ലെ മൗദൂ കദാലിക തർക്കീസ് യതീമു ഇനമാ നഹ്നു നതനാവലു മുഷ്കിലത്തുൽ ബഹ്സ് ഫി സൂറത്തിൽ വാദിഹ. ഇവിടെ ഈ മുഷ്കിലത്തുൽ ബഹ്സ് റിസർച്ച് ഒറിജിൻ എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതുകൂടി ഒരു വിഷയമാണ്. സാധാരണ ഞാൻ തന്നെയും ഒന്നിലധികം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും, ആവർത്തനം ഉണ്ടെങ്കിൽ അത് ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമായി കണ്ടാലാണ്. രണ്ട് അമലിയ, രണ്ട് പ്രോസസ്സ് ആണ് ഒരു റിസർച്ചർക്ക് വേണ്ടത്. ഇഫ്നാനി അമലിയാത്ത് അദ്ദിറാസിയ്യ അല്ലത്തി ലാ ബുദ്ദ അൽ ഖിയാം ബിഹിമാ ഫി അസ്നാഇ ദിറാസ. ഒന്ന് ഈ പറഞ്ഞ ബഹ്സ് തന്നെ, അൽ ബഹ്സ് അൽ ബാഹിസ്, അത് നമുക്കറിയുന്ന കാര്യമാണ്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് അൽ ഫഹസ്. അതാ ഫഹസ ഫഹസ മത്താൻ നസ്താമിൽ ദാലിക ليس لأعمال هذه الوصولة ولكن إنه يتعلق بالطبيب أليس كذلك؟ فحص الطبيب المريض كيف هو يفحص؟ هو يرى كذا وكذا ثم يجس النبض هكذا هو يعني الفحص عملية يقوم بها الطبيب ليعلم ماذا في داخل الجسم أو ماذا في أسباب ذلك المرض. അവിടെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ്, അതിനേക്കാളും ഡീപ്പാണ് ഏത് നമ്മളുടെ ബഹ്സ്. അപ്പൊ ബഹ്സില് ബഹ്സ് പ്ലസ് ഫഹ്സ് ആയിരിക്കണം. അൽ ബഹ്സു അല്ലദീ യഖൂമു ബിഹി ഫീ സൂറത്തിൽ അക്കാദമിയ വൽ ബഹ്സു അല്ലദീ യഖൂമു ബിഹി അത്വബീബ്. അൽ ബഹ്സു വൽ നമ്മളുടെ റിസർച്ച് മുഷ്കിലത്തിന്റെ നാടിമിടിപ്പ് നമുക്കറിയാൻ സാധിക്കണം. നമ്മൾ എടുക്കാൻ പോകുന്ന റിസർച്ച് പ്രോബ്ലത്തിന്റെ നാടിമിടിപ്പ് അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. എവിടെയൊക്കെ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, എന്തൊക്കെ ചേർത്ത് വെക്കണം എന്നത് ഈ ഒരു ഫഹ്സിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദ ഇമ്പോർട്ടന്റ് റോൾ ഓഫ് എ research scholar to do facts and facts in order to investigate new knowledges around of حول هذا الموضوع. അപ്പോൾ ഈ റിസർച്ച് പ്രോബ്ലത്തെ ഇങ്ങനെ രണ്ട് അമലീയത്തിന് വിധേയമാക്കിയാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇബ്ദാ, അതാ ഇബ്ദാ സംതിങ് ജദീദ് അലൈസ കദാലിക ഓർ ഇന്നോവേറ്റീവ്, നമ്മളുടെ എല്ലാ വർക്കുകളും ഇബ്ദാഇയായിരിക്കണം. അതാകുമ്പോ ഖീമത്തുൽ ബാഹിസി അൽ ബാഹിസ് ലോ ഖാമ അമാമന ഔ ലോ തമസ്സല അമാമന ഫി അയ്യി മആയിർ ഔ മിഖ്യാസ് നഹ്നു നഖീസുഹു ഔ നുഖയ്യിമുഹു മാ ഹിയ ഔ മാ ഹുവ ഖീമ. യഥാർത്ഥത്തിലുള്ള ഒരു ബാഹിസിന്റെ വാല്യൂ ഇത് തന്നെയാണ്. ഖീമത്തുൽ ബാഹിസി ബിഖദരി മാ യകൂനു ഫീഹി മിനൽ ഇബ്ദാ. ഇബ്ദാ എത്രയുണ്ടോ അതാണ് ഖീമ. ഇബ്ദാ ഇല്ലെങ്കിലോ our whole study will be dry. تكون هذه الدراسات جافة مملة لا حياة فيها. ജീവസുറ്റ ഒരു അമലാവാനാണ്
ഇബ്ദാ നിർബന്ധമായി പറയും. ഇബ്ദാ ഉണ്ടെങ്കിലേ എന്താകുള്ളൂ, ഒരു ഔക്കം ഉണ്ടാവും. ഔക്കം അതിനാണ് ഇൻതാജ്. നമ്മൾ ഇൻതാജ് നമ്മൾ ഈ റിസർച്ച് പ്രോബ്ലത്തിൽ കൈവച്ചത് എന്തിനാണ്? ഒരു പുതിയ വസ്തു ഉൽപ്പാദിപ്പിക്കാനാണ്, അല്ലെ? ഇബ്നു ഖൽദൂനെ പറ്റി നേരത്തെ പറഞ്ഞ 5 ആൾക്കാർ എഴുതിയതിന് അപ്പുറത്തുള്ള, അവര് കടന്നു പോയതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവർക്ക് ലഭിക്കാത്ത ഒരു പുതിയ സംഗതി ലോകത്തെ കേൾപ്പിക്കാനാണ് ഈ മുഷ്കിലത്തിൽ നമ്മൾ കൈവച്ചത്. അത് നമ്മൾ ഈ 2 അമലിയത്തിന് വിധേയമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഒരു ഇബ്ദാഇയായ ഇൻസൈറ്റ് കിട്ടുന്നത്. നഹ്സുലു അലാ ബസീറത്തിൻ ഇബ്ദാഇ. ആ ഇബ്ദാ ആണ് ശരിക്ക് ഇൻതാജ് ആയിട്ട് കിട്ടുന്നത്. അപ്പം വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് അവർ റിസർച്ച്, അത് ഇവിടെ തീരുമാനിക്കേണ്ടത്. ഈ ഇബ്ദാഉം ഇൻതാജും ഉണ്ടെങ്കിലാണ് നമ്മുടെ റിസർച്ച് പൂർത്തിയാകുന്നത്. 2 സങ്കല്പങ്ങളാണ് അക്കാദമിക് രംഗത്ത് ഉള്ളത്, നമുക്കൊക്കെ അറിയുന്നതാണ്. ഒന്ന് മഫ്ഹൂമുൽ ഇസ്തിഹ്ലാഖി. ഇസ്തിഹ്ലാഖി മീൻസ് കൺസ്യൂമറിസം. മത്തായിപ്പോലും കൺസ്യൂമറിസം വാഹിദ് യഹ്തി യറൂഹ് ഇല സൂഖ് യുഅ്തിൽ ഫുലൂസ് യശ്തരി ഷൈ ദെൻ ബാക്ക് ടു ഹോം. അതാണ് എന്ത് കൺസ്യൂമറിസം. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലത്തെ ഒരു അക്കാദമിക് റീഡിങ് നമ്മളുടെ പല തലങ്ങളിലുണ്ട്. അത്രയൊക്കെ സാധിക്കുള്ളൂ. സ്കൂളുകളിലും നമ്മുടെ BA ക്ലാസ്സിലൊക്കെ ഒരു ഏറെക്കുറെ ഒരു കൺസ്യൂമറിസം അപ്രോച്ച് റീഡിങ് ആണ്. പുതുതായിട്ട് ഒന്നും ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഇല്ലാന്നല്ല, ഉണ്ടായിരിക്കാം, പക്ഷെ അത്ര ആരും ഫോക്കസ് ചെയ്യാറ്. പക്ഷെ അങ്ങനെയുള്ള ഇസ്തിഹ്ലാഖി ആവരുന്നുണ്ട് നമ്മളുടെ പ്രബന്ധം. ലാബുദ്ദായക്കൂന ഇൻതാജിയൻ, അതാ ഇൻതാജി പ്രോഡക്റ്റ്. അപ്പോൾ അവർ നമ്മുടെ റിസർച്ച് ഉൽപ്പന്നം ഇസ്തിഹ്ലാഖി ഇൻതാജി, അത് ഏതിൽപ്പെടുന്ന ഇസ്തിഹ്ലാഖി മീൻസ് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 10, 200, 250, 300 പേജ് എഴുതുമ്പോഴേക്കും അതിൽ ഈ പറഞ്ഞ ഒരു ഉൽപാദനക്ഷമത പെട്ടെന്ന് അറിയാൻ സാധിക്കും. നമ്മൾ ഈ മുഷ്കിലത്തുൽ ബഹ്സാണ് ശരിക്കുള്ള ഉൽപാദനം, ശരിക്കുള്ള ഔട്ട്കം തന്നെയാണ്. ഇന്ന് ഉൾവരെ ഒക്കെ ഇന്റർ ലിങ്ക്ഡാണ്. ഈ പറഞ്ഞ പോലെ ഈ റിസർച്ച് പ്രോബ്ലം നമുക്ക് ശരിക്കും മനസ്സിലായാൽ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, അതിലേക്ക് നമ്മളെ വക ഒരു ഇബ്ദാഅ് അല്പം ചേർത്ത് വെച്ചാൽ definitely it will make the anticipated or expecting result will be intaji, outcome based and not on consumerism. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇടപെടണം. പറഞ്ഞ പണ്ടേട്ടോ കാണുന്നതില്ല സാറേ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിക്കോട്ടെ. ഇതിലേക്ക് കൂട്ടാനും കുറക്കാനും യു ക്യാൻ aid or delete ഒക്കെ ചെയ്യും. എന്നാലും നമുക്ക് ഒരു പിന്നെ ഈ സെഷൻ എന്താ പറയുക, ഒരു ഹാവി ആവശ്യം. അപ്പോൾ നിങ്ങളുടെ ഇതുവരെ കഴിഞ്ഞ എഴുത്തിൻ്റെ ബേസിൽ ഇപ്പോൾ കുറേ മുന്നോട്ട് പോയ ആൾക്കാരുണ്ട്. സാർ പറഞ്ഞ പോലെ ഏറെക്കുറെ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ട് ആളുകളൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ അനുഭവങ്ങളും ഇതിനെ ഏറെക്കുറെ പങ്കുവെക്കാൻ പറ്റും. ഈ പറഞ്ഞ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏത് രൂപത്തിൽ കുറച്ചുകൂടി ഇതായിയാക്കാം എന്നതിനെ പറ്റിയൊക്കെ ഈ ഒരു ഗിവൻ ഷെയറിങ് നമുക്ക് ഉണ്ടാക്കാം. രണ്ടും 2 ഭാഗമായിരിക്കും. നമ്മൾ മൗലൂദ് ഒരു ജനറൽ സർവേയാണ്, ഒരു ജനറൽ ഫ്രെയിംവർക്ക് ഉണ്ടാവുക, അല്ലേ? അതിന് നമ്മൾ 1 or 2 ചാപ്റ്റർ എഴുതുകയും നമ്മൾ അഷ്യാറുൽ അറബി മസല ഒരു ടൈറ്റിൽ പറയാം. അഷ്യാറുൽ അറബി ദിറാസ നഖ്ദിയ്യ ഓ തഹ്രീരിയ്യ. എന്നിട്ട് അതിൽ നമ്മൾ ഒരു ഫോക്കസിലേക്ക് കൊടുക്കുകയാണ്. ആരെ പറ്റിയിട്ട്? ഒരു പ്രധാനപ്പെട്ട ഷായറിനെ പറ്റിയിട്ട്.
അഹമ്മദ് ഷൗക്കി. അപ്പൊ ഈ ഷിയറുലാമിയെ പറ്റിയിട്ടും അത് ഒരു ജനറൽ ഏരിയ, മൈതാൻ ആം, അതിൽ നമുക്കൊരു പഠനം നടത്താം. അതൊരു പൊതു പഠനം മാത്രമായി കുറച്ചുകൂടി ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് വരേണ്ട ഏതാണ് ഉദ്ദേശിക്കുന്നത് അഹമ്മദ് ഷൗക്കിയെ പറ്റിയാണ്. അപ്പോൾ മൗദൂദിന്റെ രണ്ട് ഭാഗമുണ്ട്. ഒന്നതിന്റെ ജനറൽ ഫ്രെയിം, വേറൊന്നും ഉദ്ദേശിക്കുന്ന ഈ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഭാഗം. രണ്ടും നമ്മളുടെ എഴുത്തിൽ അധ്യായങ്ങളിലും കൂടെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. ജനറൽ ഭാഗത്തിന് ഒരു ചാപ്റ്റർ, റിസർച്ച് പ്രോബ്ലം വിശദീകരിക്കാനും വിവരിക്കാനും ഒന്നോ രണ്ടോ ചാപ്റ്റർ, അതെല്ലാം കൂടി കഴിയുമ്പോഴേ കൃത്യമായ ഒരു നെറ്റീജ് നമുക്ക് അടുത്ത പേജിൽ ഹാത്തിമയിൽ എഴുതാൻ പറ്റും. അപ്പോൾ ആ ഭാഗം നമ്മളിപ്പോൾ പറയേണ്ടതില്ല. അത് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 ഒരു സ്പെസിമെൻ ഡിസീസ് നമ്മളോട് വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒന്നുകൂടി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടർക്കീസ് മൗദൂദ് റിസർച്ച് പ്രോബ്ലം ഇബ്ദാഇ ഇൻതാജ് ഇസ്തിലാഹിയാത്ത്. ഇനി ഈ റിസർച്ച് റൈറ്റിംഗ് എലമെന്റ്സിലെ വേറൊരു ഘടകമായിട്ട് ഞാൻ കാണുന്നത് സിഹ്ഹത്തുൽ ലുഗത്തി, സിഹ്ഹത്തു അൽ ലുഗ, ഭാഷയുടെ മികവ്. മൗദൂദ് വളരെ മികവുറ്റതായിരിക്കണം, റാഹിയവും ജമീലുമായിരിക്കണം. കദാലിക അൽ ലുഗ അല്ലത്തി നസ്തഅമിലുഹ അയ്ളൻ ലബുദ്ദ അൻ യകൂന ഫീ ഗായത്തി അഫ്വലാഹ. അതും നേരത്തെ പറഞ്ഞ പോലെ പല ഭാഷകൾക്കും പിന്നെ ഒരു വേണ്ടത്ര മികവ് പുലർത്താൻ സാധിക്കാത്ത ഒരു ഏരിയയാണ്. നന്നായി എഴുതുക എന്നുള്ളത്, നന്നായി എഴുത്ത് ഒരു പിന്നെ റിസർച്ച് റൈറ്റിങ്ങിന് മാത്രമല്ല, ഒരു അക്കാഡമിക് റൈറ്റിംഗ് ആണെങ്കിലും സാധാരണ ലിസ്റ്റിൽ നമ്മളൊരു മക്കാല എഴുതുകയാണെങ്കിലും ലബുദ്ദ ഹാദിഹിൽ കിതാബാത്ത് കുല്ലുഹാ കിതാബത്തൻ ക്രിയേറ്റീവ്. അപ്പൊ അതിന് പറ്റുന്ന ശൈലികളും വാക്കുകളും നമ്മൾ നേടിയതും ഒന്ന് പഠിക്കേണ്ടി. പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി വേറെ കോഴ്സ് ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകത്തിലും വായിക്കുന്ന പുസ്തകത്തിലും കേൾക്കുന്ന ന്യൂസിലൊക്കെ ഉള്ള പുതിയ വാക്കുകളും ശൈലികളും ഉസ്ലൂബുകളും നമ്മൾ ചെയ്തത് ഒന്ന് കലക്ട് ചെയ്യുക. അങ്ങനെ ഇപ്പോഴും പറയുന്ന ആ ഒരു സെന്റൻസ് തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ശ്രമിക്കുക. അതില് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരുന്നത് കൃത്യമായ അർത്ഥകൽപ്പനക്ക് നമുക്ക് ചിലപ്പോൾ വാക്കുകൾ കിട്ടാറില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല. അർത്ഥകൽപ്പന മനാഹു ദലാലത്ത്. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുകയും മലയാളത്തിൽ പറയുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഭാഷ എന്തായിരിക്കും? മലയാളം തന്നെയായിരിക്കും. അപ്പൊ മലയാളത്തിൽ ചിന്തിക്കുന്ന വാക്കാണ് നമ്മൾ ചെയ്യുന്നതിനെ അറബിയിലേക്ക് കൊടുക്കുന്നത്. ആ വാക്ക് അറബിയിൽ ഒട്ടും അനുയോജ്യമായിരിക്കും, സ്യൂട്ടബിൾ ആയിരിക്കുകയില്ല. ഓരോ ഭാഷയുടെയും ആ സ്ട്രക്ചർ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ഭാഷാ നൈപുണ്യം നമ്മുടെ എഴുത്തിൽ വളരെ വളരെ നിർബന്ധമാണ്. അത് ഒരു അറബിക്ക് ഒറിജിനായ ഒരാൾ, യഥാർത്ഥ അറബിയായ ഒരാൾ വായിച്ചാൽ ആ അബദ്ധങ്ങൾ കാണുന്നത് നമുക്ക് പക്ഷെ മനസ്സിലാവും, നമ്മൾ മലയാളത്തിലായതുകൊണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള الرجل العربي الأصيل لو طالع هذا الكتاب كيف هو يفهم. അവിടെയാണ് നമ്മളുടെ ഈ പറഞ്ഞ പിന്നെ ഈ ദലാലത്തിന്റെ സെമാന്റിക്. അപ്പൊ ഭാഷയിൽ ഒരു ഭാഷ നന്നാക്കാനും അതിന്റെ ഏറ്റവും സുന്ദരമാക്കാനും പല ഘടകങ്ങളുണ്ട്. കാലമൂനാണ് ജദീദ് ഇന്ധന ഇൽമുൽ അസ്വാദ് അല്ലദീ യുരീദു ബിഹി ഫോണറ്റിക്സ് ما يتعلق بالأصوات. وعندنا علم النحو وهو نعم جرامر. وعندنا علم الصرف، علم الصرف. وعندنا علم البلاغة. وعندنا علم العروض ما يتعلق بالشعر. അപ്പോൾ ആ ഇൽമുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭാഷയുടെ ഓരോ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ولكن أهم من هذه العلوم ماذا؟ لتكون الكتابات صحيحة مستقيمة. علم النحو، علم الصرف، البلاغة،
അനാ അഖൂൽ അഹമ്മു ബിൻ ഹാദാ കുല്ലിഹി ശൈഉൻ വാഹിദ് ഹുവ അദ്ദലാല. നഹ്വ് വ്യത്യാസമല്ല, നഹ്വ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതല്ല, അത് നിർബന്ധം തന്നെയാണ്. നഹ്വിനേക്കാളും പ്രധാനം ഭാഷക്കാണ്. പല ഭാഷയുടെ പല കാര്യങ്ങൾക്കും വേണ്ടിയും ആര് വഴിമാറിക്കൊടുക്കും? നഹ്വ് വഴിമാറിക്കൊടുക്കും. ലുഗത്തിന് വഴിമാറാൻ സാധ്യതയില്ല. ലുഗത്തിന്റെ യഥാർത്ഥ ഉപയോഗത്തിന് മുമ്പിൽ ചിലപ്പോഴും നഹ്വും വഴിമാറിക്കൊടുക്കും. അപ്പൊ അതിന് പലതും ഖിയാസി ആയിരിക്കും, ചിലതൊക്കെ സമായി ആയിരിക്കും. അപ്പൊ സാഹചര്യത്തിൽ നമ്മൾ പറയാം സാഹചര്യം, അതിന്റെ ഏകവചനം എന്താണ്? ഏകവചനം കണ്ടോ? ഒരു മന്ദികളൊന്നുമില്ല. അർത്ഥം കിട്ടുമോ? വർഫ് ശരിക്കും ഡിക്ഷണറിയിലുണ്ട്, അതിന് നഹ്വാണ്, അതിന്റെ മുഫ്രദ് ജമൊക്കെയാണ്. അപ്പൊ സാഹചര്യം, സർക്കംസ്റ്റൻസസ് എന്നത് നമ്മൾ ഉറൂഫേ പറ്റുള്ളൂ, വർഫ് പറ്റൂല. എന്തുകൊണ്ട്? അത് ലോകത്താണ്, അവിടെ ഗ്രാമറിന് പ്രസക്തിയില്ല. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. അപ്പൊ നമ്മൾ മലയാളത്തിന് ഞാൻ ഈ കാര്യം അന്വേഷിച്ചു. അപ്പോൾ ഒരു വാക്കേ നമ്മളുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. മലയാളത്തിലുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു അർത്ഥകൽപ്പനയെ ഉണ്ടാവുള്ളൂ. അറബിയിൽ പല കാര്യങ്ങളുണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ അന്വേഷിക്കുകയാണ് വാക്ക്. മലയാളത്തിൽ അന്വേഷിച്ചു, ഇത് അറബിയിൽ പറയാം പരപ പറയാം, പറയാം, കോൺടസ്റ്റ്. ആ കോൺടസ്റ്റ് നിന്നുകൊണ്ട് മാത്രമേ അന്വേഷിക്കേണ്ട വാക്കിന് അറിവുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബഹസ്തു അങ്ങനെ അയാളെ പറ്റി അന്വേഷിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിനെ പറയാം, അവിടെ ബഹസാണ്. മുത്തശ്ശിയും പറ്റില്ല, പറയും പറ്റില്ല. ആ അന്വേഷണം വേറൊരു അന്വേഷണമാണ്. അവിടെ തഹ്ഖീഖാണ്. കാമൽ പോലീസ് കാമൽ ഷുർത്തിയും തഹ്ഖീഖി അൽ ഖദിയ്യ, അവിടെ തഹ്ഖീഖാണ്. അപ്പൊ ഈ തഹ്ഖീഖ് എന്നുള്ള ഈ ചിന്ത ഒരിക്കലും അന്വേഷണവും തഹ്ഖീഖും നമ്മളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ അന്വേഷണം എന്നുള്ള ആ വാക്ക് വളരെ പരിമിതമാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഈ റിസർച്ച് ആർട്ടിക്കിൾ അല്ലെങ്കിൽ കിതാബ് എഴുതുമ്പോൾ പലർക്കും മലയാളത്തിൽ ചിന്തിച്ചിട്ട് അറബി വൽക്കരിക്കുന്ന ഒരു പ്രവണതയായിരിക്കും നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അത് ചിലപ്പോഴൊക്കെ എൻ്റെർലി തെറ്റായിരിക്കും, ചിലപ്പോഴും ഭാഗികമായ തെറ്റുമായിരിക്കും. അത് ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുള്ളത് ലാ തകൂനു മിൻ ബാബി ശരിബത്തുഫാഹ, ലാലക്കും സമയത്തിന്റെ അവരെ ഹാരമില്ല. ശരിബത്തുഫാഹ എന്നൊരു ബാബുണ്ട്, അതിലാവാൻ പാടില്ല. അല്ല ശരിബത്തുഫാഹ, ശരിബത്തുഫാഹ هذا من حيث النحو لا خطأ ومن حيث الصرف لا خطأ أما من حيث الدلالة هو خطأ فاحش. അപ്പോൾ ദലാലത്തിന്റെ പ്രാധാന്യം ഈ വിഷയത്തിൽ ഈ അക്കാദമിക് റൈറ്റിംഗ് ആണെങ്കിലും റിസർച്ച് റൈറ്റിംഗ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇതിന്റെ ഒരു ഉദാഹരണം മാത്രം നമുക്ക് കിട്ടോടെ. മുഹമ്മദ് ഈ വാക്ക് ശരിയാ? അഹ്മദ് ومحمد ذهب إلى المدرسة. خطأ في أي مجال؟ في الصرف ليس في النحو. هذا تصريف صحيح ذهب، ليس كذلك؟ إلا أنكم كلكم فهمتم ما هو المعنى الذي أريد. هذا سواء قلت ذهب أو نكتفي بذهب، المعنى هو لا فرق. അപ്പം അവിടെ ദലാലത്ത് കൃത്യമാണ്, ആർക്കും ഒരു അവ്യക്തതയും. തെറ്റുണ്ട്, സർഫിയായ ഒരു തെറ്റുണ്ട്. അപ്പോൾ അവിടെ അതാ ഹത്തം كذلك أمام حيث الدلالة والجملة الصحيحة. ശരിയായ അർത്ഥകൽപ്പന കേൾക്കുന്നവർക്ക് കിട്ടിയെന്നുള്ളതുകൊണ്ട് ആ വാക്ക് അങ്ങനെ നമുക്ക് ഓക്കെയാണ്.
ഇനി അല്ലെങ്കിൽ ഇന്നല്ലാഹു അങ്ങനെ കയറും. ആ വാക്കിൽ എന്നിട്ട് ഒരു തെറ്റ്, ആ തെറ്റ് هذا ايضا خطا ولكن الدلاله واضح سواء ذكرنا ان الله او ان الله المعنى هو هو. اما هذا المثال الذي انا قلت لكم عنفا شرب محمد تفاحة شرب محمد تفاحة ما الخطأ فيه؟ من حيث النحو اوكي شرب فعل محمد فاعل تفاحة منصوب مفعول ومن حيث علم الصرف it is okay ولكن الخطأ الفاحش هو فقدت تلك الجملة علم الدلالة 100% تماما. അതാണ് ലാ തകൂനു മിൻ ബാബി ശരീഅത്തു ഫാസിഖ് ലാ തകൂൻ വലൻ തകൂന കിതാബാതുന സവാഅൻ കാന ഫീ പിഎച്ച്ഡി ഔ ഗൈറഹ ലൻ തകൂന അബദൻ മിൻ ബാബി ശരീഅത്തു ഫാസിഖ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ കേട്ടാൽ മനസ്സിലാവുന്ന വളരെ സിമ്പിളായ ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ പല വാക്കുകളും നമ്മൾ മലയാളത്തിലുള്ള അർത്ഥകൽപ്പനയിൽ നിന്ന് അറബിയിലേക്ക് മലയാളത്തോടെ പോകുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ അതിന് അറബിയിൽ തന്നെ ചിന്തിച്ചിട്ട് അറബിയിലുള്ള ആക്ട് വേർഡുകൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പരിശ്രമമാണ് ആ തെറ്റുകളെ അതിജീവിക്കാനുള്ള ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എലമെന്റ്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന് വിഷയം മെൻഷൻ ചെയ്യണം, റിസർച്ച് പ്രോബ്ലം മെൻഷൻ ചെയ്യേണ്ടതുണ്ട്, ഇബ്ദായി ആയിരിക്കണം, ഇൻതാജി ആയിരിക്കണം. പിന്നെ രണ്ടാമത്തത് പറയുന്നത് സിഹത്തു അന്നുവ, ഭാഷയുടെ മികവ് രണ്ടാമത്. അത് പിന്നെ കുറെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ബാക്കി പറയുമ്പോൾ ഒരു കുറച്ച് ചേർത്ത് വെക്കാനുണ്ടാവും. ഇനിയുള്ളത് റൈറ്റിംഗ് ടൈറ്റിൽസ്. ഒരു ഫിസിക്സിന് 100-200 പേജ് ഉണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ വിഷയങ്ങളെയും ചർച്ച ചെയ്യാവുന്ന രൂപത്തിൽ എന്ത് വേണം? ഈ തെഹ്വീൽ ചാപ്റ്ററൈസേഷൻ നടത്തേണ്ടത്. അപ്പം പലപ്പോഴും ചില ഫിസിക്സുകൾക്കൊക്കെ പറ്റിയിരിക്കുന്ന ഒരു അപജയം കൃത്യമായ ചാപ്റ്ററൈസേഷൻ നഷ്ടപ്പെട്ടിരിക്കും. ചാപ്റ്റർ ഉണ്ടാവും, 1, 2, 3, 4 ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് പോകുന്ന രൂപത്തിൽ ചാപ്റ്റേഴ്സ് നടത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അശ്ശിഅറുൽ അറബി അൽ മുആസിർ മഅ ബഹ്സിൻ ഖാസിൻ ഫി ഔ അൻ അഹ്മദ് ഷൗക്കി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഭാഗത്തെയും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ നമ്പർ 1, 2, 3, 4 ആയിട്ട് ചാപ്റ്റർ ഡിസൈൻ ചെയ്യണം. ചാപ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ 4 ചാപ്റ്റർ മതിയാവും, ഇവിടെ 5 ആവും. അപൂർവം ചില ഇതിലൊക്കെ 6, 7 കാണലും അത്രയൊന്നും പരിസ്ഥിതിക്കൊണ്ടോണം നമുക്ക് അഭിപ്രായമില്ല. സാധാരണഗതിയിൽ നമ്മുടെ വിഷയത്തോട് നീതി പുലർത്താൻ സാധിക്കുന്നത് ഒരു 4 ചാപ്റ്റർ കൊണ്ട് മതിയാവും. ഈ 4 ചാപ്റ്റർ ആണെങ്കിൽ അതിൽ പറഞ്ഞ ഒരു ജനറൽ സ്റ്റഡിയെ പറ്റിയ ഭാഗം, പിന്നെ നമ്മുടെ റിസർച്ച് പ്രോബ്ലം, പിന്നെ നമ്മുടെ നതീജ, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മനോഹര. അപ്പോൾ ഈ 4 കാര്യങ്ങൾക്കും ഒന്ന് عامة مشكلة البحث
മൻഹബുൽ മുഖ്തബർ, അങ്ങനെ 2-3 ഏരിയകൾ നമുക്ക് ഉണ്ടാകാം. ഈ 3 ഏരിയകളെ 3-4 ചാപ്റ്ററായിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ വിശാലതയും അതിൻ്റെ ഗതിവിഗതിയൊക്കെ നോക്കിയിട്ട് വേർതിരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മോഡലായിട്ട് നമ്മൾ ഇനി ഉച്ചയ്ക്ക് ശേഷം പറയാൻ പോകുന്ന വർക്കുകൾ കാണുമ്പോൾ ഒന്നും ഐഡിയ കിട്ടും. അപ്പോൾ ഇനി ചാപ്റ്ററൈസേഷൻ എത്ര ആവണമെന്ന് പ്രത്യേകമായ നിബന്ധനയൊന്നും ഈസ് അപ് ടു യു. അത് എത്തവക്കം അല്ല തൊബിയത്തിൽ മൗബൂൾ തൊബിയത്തി അൽ അമൽ അല്ലദി നഹ്നു നുമാരിസ് അത് യകൂൻ സലാസ ഔ യകൂൻ അർബഅ ഔ യകൂൻ ഖംസ. അപ്പോൾ എന്താണെങ്കിലും ലാബുദ്ദ അൻ തകൂന ഹാദിഹിൽ അബ്വാബ് അൽ ബാബുൽ അവൽ വസ്സാനി വസ്സാലിസ് ലാബുദ്ദ അൻ യകൂന മുത്തസിലൻ മുബാശിറൻ ബിസ്വമീമിൽ മൗദൂ ബിറൂഹിൽ മൗദൂ. ഈ വിഷയത്തിന്റെ യഥാർത്ഥ സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം ഈ പറഞ്ഞ എല്ലാ ചാപ്റ്ററുകളും. ഒരു ചാപ്റ്ററും ഒരു പിന്നെ അസ്ഥാനത്താണ് എന്ന് പറയാവുന്ന രൂപത്തിൽ, അത് എക്സാമുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ തോന്നുന്ന രൂപത്തിൽ ഒരു ചാപ്റ്ററും ഒരു അസ്ഥാനത്താവാൻ പാടില്ല. അനാവശ്യമായിട്ട് വലിച്ചു നിർത്തിയിട്ട് ചാപ്റ്റർ തന്നെ കൊണ്ടുവരില്ല. ഉള്ളത് പോലെ പറഞ്ഞാൽ മതി. ഉള്ളത് പോലെ കുറച്ചായിട്ട് കുഴപ്പമില്ല. ഇപ്പോഴും നമുക്ക് ഈ പേജിന്റെ ഉണ്ടോ, പേജ് ഇത്ര വേണമെന്നുണ്ടോ? നമുക്ക് പണ്ടുകാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എഴുതിയ കഥയിൽ 10 പിന്നെ 300 പേജുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഫിസിക്സിലും മാത്സിലൊക്കെ അങ്ങനെ പേജിന്റെ കണക്കേ പല യൂണിവേഴ്സിറ്റികളിലും 10-50 പേജ് ഉണ്ടാവും. 1-2 പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുത്താൽ എന്തായി വിഷയം തോന്നും. ഫിസിക്സ് എത്ര മതിയാവും, നമുക്ക് ലിറ്ററേച്ചർ ആവുന്നത് എത്ര മതിയാവും. എന്നാൽ പോലും പേജ് അങ്ങനെ ഒരു നമ്മൾ വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് പേജ് തയ്ക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ടതില്ല. വിഷയത്തോട് നീതി പുറത്തുക. നെക്കൂൻ മുൻസിഫൻ ഔ ബി ഇൻസാഫ് ദാഇമൻ നഹറുൽ മൗദൂ ബിറദ്ദി നദർ അൻ അദബി സഫാഹ. അപ്പോൾ ആ രൂപത്തിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ഈ എലമെന്റ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മസ്ദറും മർജിഉം. നമുക്ക് അറിയുന്നതിനാണ് പ്രസക്തി പറഞ്ഞു പോകുന്നത്. ഇതോ 3 മൻഹജിലുള്ളതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മെത്തഡോളജി. ഒരു മൻഹജിനെ പറ്റി മുഖദ്ദീപ് പറയുന്നത് ആ മൻഹജ് അനുസരിച്ചുള്ള പഠനം തന്നെയാണ് നമ്മൾ നടത്തിയത് സ്ഥാപിക്കണം. മിക്കവാറും നമ്മുടെ മൻഹജ് എന്തായിരിക്കും? മൻഹജ് തഹ്രീരി, പിന്നെ വസ്ഫി, ഇങ്ങനെ പറയപ്പെടും. അപ്പൊ ആ ഒരു വസ്ഫിയുടെയും തഹ്രീരിയുടെയും അടയാളങ്ങൾ ഈ പറയാൻ വെച്ചപ്പോൾ കാണണം. എങ്ങനെയാണ് നമ്മൾ സ്ഥാപിക്കുകയും തഹ്രീർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ വിച്ച് മാനർ ബിക്കെയിംസ് വസ്ഫി, അത് നമ്മൾ ഇതിൽ കാണിക്കണം. ചാപ്റ്ററായി കാണിക്കുന്നതല്ല, നമ്മൾ ആ എഴുത്തിൽ ഇവിടെയും വരണം. മസാദിർ മറാജിയ, അതിലും ചില അപജയങ്ങൾ സ്കോളേഴ്സിന് സംഭവിക്കാറുണ്ട്. മസാദിർ കമാ താരമനത്തും the primary, the basic sources, well maraji secondary sources. നമുക്ക് പലപ്പോഴും അത് നമ്മുടെ കുറവായിരിക്കില്ല, ഒരു അതിൻ്റെ യഥാർത്ഥ ഓതന്റിക് സോഴ്സിലേക്ക് പോവാതെ അതിൻ്റെ സെക്കൻഡറിയോ അതിൻ്റെയും സെക്കൻഡറിയിലേക്ക് നമ്മൾ എത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 4ാമത്തെ സെക്കൻഡറിയിലുള്ള ഒരു കാര്യം നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാ ചാടുന്നത്? മെയിൻ സോഴ്സിൽ പോയിട്ടാ പറഞ്ഞില്ല. ഇങ്ങനെ സ്ഥലത്തോട് ഇങ്ങനെ പറഞ്ഞതാ പറയുക. ഇങ്ങനെ സ്ഥലത്ത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മുഖത്തെ പറ്റി എഴുതിയുമ്പോൾ 4ാമത്തെ എഴുത്താണ് കിട്ടുന്നത്. അദ്ദേഹത്തിന് ഉണ്ടാകും താലിക്കർമ്മത്ത് കാന യക്തബിസു കലാമൻ മിൻ അസ്ലിൽ കിതാബ് വനഹ്നു ലൗ നഖുറുഹു വനഖൂമു ബിഇസ്തിൻസാഹിഹി കമാ ഹുവ ഹൽ റഅയ്നാ അൽ-അസ്ൽ ലാ. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ അത് ശരിക്ക് ഒരു അമാന ഇൽമിയ, അത് അമാനത്തിന് ഇൽമിയ, ഒരു
ഒരു വൈജ്ഞാനികമായ ഒരു അക്കാഡമിക് അമാനത്തുണ്ടല്ലോ, ആ അമാനത്ത് നമ്മൾ എഴുത്തിലുടനീളം പാലിക്കണം. അമാന അമാനത്തുൽ ഇൽമിയ. അപ്പം സെക്കൻഡറി സോഴ്സ് എന്നാണ് എടുക്കുന്നതെങ്കിലും അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നമ്മൾ നമ്മുടെ ഉദ്രൂഹിയിൽ കോട്ട് ചെയ്യുക. നമ്മളെ അവസ്ഥ കണ്ടിട്ടുണ്ടാവും? ഇല്ല. എവിടുന്നാ കിട്ടിയത്? ആ കോട്ടിങ് കിട്ടിയത് സഹാവുസയിൽ പറഞ്ഞിരിക്കുന്ന വേറെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹം ഇബ്നു ഖൽദൂൻ കഥ കഥ, പിന്നെ നഖ്ലൻ അൻ കിതാബി കഥ കഥ സഹാവുസൈ. അപ്പൊ അമാനത്ത് ഇൽമിയ പുസ്തകം നമ്മളൊരു കവളിപ്പിക്കലും ഒരു മറച്ചു വെക്കലും മൂടി വെക്കലും ചെയ്തിട്ടില്ല. കാര്യങ്ങൾ എസിറ്റീസ് പറഞ്ഞു, ഇബ്നു ഖൽദൂൻ പറഞ്ഞതാണ്. പക്ഷേ കിതാബ് അസ്ലി വഇന്നമാന യതമറത്തു അല അൽ കിതാബ് അല്ലദി കതബഹു സഹാവുസൈ വല്ലദി ഔറദ ഫീഹി ദാലികൽ കലാം. അപ്പോൾ മസാദിർ അവ്വലിയ വ മറാജി സാനവിയ പറയുമ്പോൾ ലബുദ്ദ അൻ നഹ്തമ്മ ബിൽ അമാനത്തിൽ ഇൽമിയ അല്ലത്തി ഹിയ അഹമ്മു ഷൈഇൻ ഫി ശഖ്സിയത്തി അൽ ബാഹിസ്. ഒരു ബാഹിസ് എന്ന നിലക്ക് നമ്മുടെ ശഖ്സിയത്തിന് വേണ്ട ഏറ്റവും വലിയ യോഗ്യതയാണെന്ത്? അൽ അമാനത്തു അൽ ഇൽമിയ. അമാനത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കിതാബിലേക്ക് നോക്കിയതിന് ശേഷം നോക്കിയിട്ട് നോക്കിയിരിക്കാൻ പോലെ തീരെ നോക്കാതെ ചെയ്യാം. തീരെ നോക്കാതെ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യും? ചെയ്യാം. ആ ഒരു പ്രവണത ചെയ്യാം. അത് ഉള്ള പോലെ എഴുതിയാൽ മതി. നഖ്ലൻ എന്നുള്ള വാക്കുണ്ടെങ്കിൽ എന്താണ് ആ കാര്യം പരിഹരിക്കാം. പക്ഷെ അതിന് വേറൊരു ഡീമെറിറ്റ് ഉണ്ട്. എന്താണ് മാതാരിക്കൽ ഡീമെറിറ്റ്? മാതാരിക്കൽ നുക്സാൻ. ഇന്നൽ ബാഹിസ ലം യത്തസിൽ ബിൽ മസാദിരി അൽ അസാസിയ ഖത്തു. ഒട്ടും പ്രൈമറി സോഴ്സിൽ പോയിട്ടില്ല എന്നൊരു ന്യൂനതാണെന്ന് പറ്റി പറയാനുണ്ടാവും. അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ കണ്ടുപിടിച്ചവർ കുഴപ്പമൊന്നുമില്ല. പരമാവധി നമ്മൾ പ്രൈമറി സോഴ്സിനെയാണ് അവലംബിക്കേണ്ടത്. സെക്കൻഡറി സോഴ്സ് ആവാം, പക്ഷെ പ്രൈമറി സോഴ്സ് അവലംബിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ മറ്റൊരു കിട്ടുകയില്ല. പ്രൈമറി സോഴ്സ് കിട്ടാൻ ഇപ്പോഴത്തെ കാലത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നെറ്റിലുണ്ടാവുള്ളൂ. അപ്പൊ പ്രൈമറി സോഴ്സ് ലാബുദ്ദ അയ്യക്കൂന ഹുവൽ അസാസ് അൽ മതീൻ ഫി ജമീഇ ദിറാസാത്തിന അൽ ബഹ്സി. അതൊരു അമാനത്തിന്റെ ഭാഗമായിട്ട് ഒരു ബാഹിസ് കൂടെ കൊണ്ട് നടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മറാഠിയാണ്. ഇതിനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെയാണ്. ഈ ആധുനിക അതിന് കോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ആ വാക്കാണ്, എന്നുള്ള വാക്കാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന ഏതാണ്? മുഖത്തിനല്ല, ഈ പറഞ്ഞ പുസ്തകമാണ്. അപ്പൊ നമ്മൾ റൈന മുഖത്തിമ റൈന മാതാ അതിൽ അമല ചെയ്യും. ആ കോട്ടിങ്സ് ആണെങ്കിൽ പോലും അമാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ് ആദ്യ ഇബ്നു ഖൽദൂൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ വായിക്കുന്ന പുസ്തകത്തിന്റെ പേരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ ഇടപെടലാവട്ടോ ഈ വിഷയത്തിലൊക്കെ. ലിറ്ററേച്ചർ അതിവിടെ അതിന്റെ സ്വഭാവം ചിലതൊക്കെ മസാല കിട്ടണ്ടേ വിഷയത്തിന്റെ ഡെപ്തും നോക്കിയിട്ട്. അതെ,
മിക്കവാറും മസാദുകളായിരിക്കും. ചിലതൊക്കെ ആ പുസ്തകത്തിന്റെ പ്രകൃതം അനുസരിച്ചിട്ട് മറാജിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ലിറ്ററേച്ചർ. പ്രത്യേകമായൊരു ക്രൈറ്റീരിയ നമുക്ക് പറയാനില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മസാദും മറാജിയും. അപ്പോൾ റൈറ്റിംഗ് ദി ടൈറ്റിൽസ് പറഞ്ഞു. ടൈറ്റിൽസിന്റെ എല്ലാ ഭാഗവും വിഷയത്തിന്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യാവുന്ന രൂപത്തിൽ പോകാം. ഇനിയുള്ളതിൽ ഒരു മൂന്നാമതൊരു ഇൻട്രൊഡക്ഷനാണ്, മുഖദ്ദിമ. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എല്ലാ പുസ്തകത്തിൻ്റെയും നമ്മുടെ തിസീസിൻ്റെയും അവല് യുവ അതിൽ മുഖദ്ദിമ. ശരിക്കും മുഖദ്ദിമയാണ് നമ്മളുടെ ഓൾ ആൻഡ് ഓൾ. ഏറ്റവും ഭംഗിയാവേണ്ടതും വിഷയത്തിന്റെ കണ്ടൻസ് ഉണ്ടാവേണ്ടതും സിസ്റ്റമാറ്റിക് ആവേണ്ടതും ഒക്കെ എവിടെയായിരിക്കണം. അപ്പൊ ഈ കിട്ടുന്ന പുസ്തകം ഒരു എക്സാമിന് കിട്ടുകയാണെങ്കിൽ ഈ 100 പേര് വായിക്കണമെന്നില്ല. നിങ്ങളുടെ വർക്കിന്റെ ഓതന്റിസിറ്റി എന്താകുന്നു എന്നറിയാൻ ഒരു ബാഹിസ് ഇത് അവലംബിക്കുകയാണെങ്കിൽ അദ്ദേഹവും നോട്ട് നെസസറി ടു റീഡ് എല്ലാ പേജും വായിക്കേണ്ടതില്ല. എന്ത് വായിച്ചാൽ മതി? ഓൺലി ദിസ് മുഖദ്ദിമ ഈസ് മോർ ദാൻ ഇനഫ് ടു നോ വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്സ്, വാട്ട് ഈസ് യുവർ ന്യൂ നോളേജ് carried out from this. അപ്പോൾ മുഖദ്ദിമ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ലൗ നബിനി ബൈതൻ മസല ونظروا الابواب ليس كذلك ابواب الى كيتشن الى حمامات الى bedroom اي باب يكون اكبر واجمل في بيتكم باب المطبخ باب الرئيسي الباب الرئيسي لابد ان يكون اكبر واجمل بحيث يلتفت اليه انظار الناس. ഇതിലാർക്കും സംശയമില്ലല്ലോ. അപ്പൊ അതേ ഒരു മുഖദ്ദിമ ദാഇമൻ ബി മസാബത്തി ഹാദൽ ബാബ് റഈസി. അവിടെ എത്രത്തോളം മഞ്ചാക്കാൻ പറ്റുമോ ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും നമുക്ക് മുഖദ്ദിമ, അതായത് എല്ലാം നീട്ടിപ്പരത്തി 19 പേജ് വേണമെന്നല്ല, ഈ പുസ്തകത്തിന്റെ A to Z ഇതിലുണ്ടായിരിക്കും. The summarized copy of this thesis, this whole thesis should be given by the book. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ ഇമ്പാക്റ്റ് വിശദീകരിച്ച് പറയാം. പിന്നെ അതിൻ്റെ ആമ്മ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോക്കസ്ഡ് ഏരിയ, റിസർച്ച് പ്രോബ്ലം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വീകരിക്കുന്ന മൻഹജ് മെത്തഡോളജി, നമ്മൾ പറയാൻ പോകുന്ന ഫൈൻഡിങ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ചാപ്റ്ററൈസേഷൻ എല്ലാം ഇതിൽ കാണാം. മുഖദ്ദിമയിൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എഴുതി ഒരു പക്ഷേ രൂപത്തിൽ പോയിട്ടുണ്ടാകും. എന്നിരുന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നിർദ്ദേശിക്കാം. സാധാരണ രീതിയിൽ മുഖദ്ദിമയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണിത്. താരീഫ് ബിൽ മൗദൂ, അവിടെ കൊടുത്തിരിക്കുന്ന താരീഫ് ബിൽ ഉൻവാൻ, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിൽ എല്ലാ ഭാഗത്തിലും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അതിൽ ഏതെങ്കിലും ഒരു മുസ്തലഹാത്ത് പ്രത്യേകമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പേസാണ് ഈ താരീഫ് ബിൽ ഉൻവാൻ ഔ ബിൽ മൗദൂ പറയുന്നത്. അപ്പോൾ വിഷയത്തിൻ്റെ ഏത് ഭാഗമാണ്? അപ്പോൾ ഷിയറുൽ അറബി അൽ മുആസിർ നിങ്ങളുടെ വിഷയം കൊടുത്തു. നിങ്ങൾ എവിടേക്കൊക്കെ പോകുന്നത് കൊണ്ട് അതെങ്ങോട്ടും പോകാൻ അതൊരു വലിച്ചു നീട്ടാൻ പറ്റുന്ന വിഷയമാണ്. അപ്പോൾ ടു വാട്ട് എക്സ്റ്റെൻഡ് യു ആർ ഗോയിങ് ഓൺ, എത്രത്തോളം മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പറയാം ഈ ഷിയറിൽ അറബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വിഷയത്തെ പറ്റി ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഈ മുഖദ്ദിമയിലുണ്ടാവും. ഇതൊക്കെയാണ് ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അഹ്മിയത്തുൽ ബഹ്സ്, മുഖദ്ദിമയിലുണ്ടാകുന്ന വേറെ സാധനം
അഹ്മിയ്യത്തുൽ ബഹ്സ്. അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ അഹ്ദാഫ് പറയാം. രണ്ടും ഒന്നെ. നമ്മൾ പിന്നെ ഏറ്റെടുത്തിരിക്കുന്ന വിഷയത്തിന് പ്രധാനപ്പെട്ട കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അത് 1, 2, 3 നമ്പർ ഇട്ട് പറയാൻ ഇവിടെ സാധിക്കണം. ആ അഹ്ദാഫ് പറയുമ്പോൾ തന്നെയാണ് അത് തന്നെയാണ് എന്തായിട്ട് വരിക, അഹ്മിയ്യത്തായിട്ട് വരിക. റിലേറ്റഡ് അഹ്മിയ്യത്ത് എന്നത് വേറെ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് വ്യക്തമായി പറയാൻ കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് അതിൻ്റെ അഹ്മിയ്യത്ത്, ഇമ്പാക്റ്റ് പെട്ടെന്ന് കാണിക്കാൻ സാധിക്കും. അതും ഈ മുഖദ്ദിമയിൽ കാണേണ്ട രണ്ടാമത്തെ കാര്യമാണ്. പിന്നീട് ഇഖ്തിയാറുൽ മൗദൂ, ലിമ അൻതും തഖ്താറുൻ ഹാദൽ മൗദൂ. ഇഖ്തിയാർ അൽ മൗദൂ അല്ലെങ്കിൽ അതിന് ദവാഫിയാണ്, ദവാഫി അൽ ബഹ്സ് എന്ന് പറയും. ലിമ അൻതും തഖ്താറുൻ ഹാദൽ മൗദൂ, എന്തുകൊണ്ട് ഈ വിഷയം സെലക്ട് ചെയ്തു, അതിന്റെ ദവാഫി, അത് വളരെ പ്രധാനമാണ്. അപ്പൊ അതൊരു പിന്നെ ശൂന്യതയിൽ പറഞ്ഞു പോകാൻ പാടില്ല. ഈ വിഷയം സെലക്ട് ചെയ്യുവാൻ വളരെ പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് കാരണങ്ങളുണ്ട്. പണ്ട് പറയാം, നേരത്തെ പറഞ്ഞല്ലോ, ഈ 5-6 മാസമെങ്കിലും ഒരു പൈലറ്റ് സ്റ്റഡി നടത്തിയാൽ മാത്രമേ എവിടേക്ക് വരാൻ പറ്റുള്ളൂ, യഥാർത്ഥത്തിലുള്ള ഒരു റിസർച്ച് സ്റ്റഡി വരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്നതല്ല ഈ ടൈറ്റിൽ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇഖ്തിയാറുൽ മൗദൂഇൽ വേണ്ടത്. അപ്പൊ ഇഖ്തിയാറുൽ മൗദൂഇൽ പല ഘടകങ്ങളുണ്ടാവാം. നമുക്ക് ഗൈഡിന്റെ സഹായം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി മുതൽ അല്ലെങ്കിൽ PG മുതലൊക്കെ നമ്മൾ പഠിച്ചു വന്നപ്പോൾ ഒരു പ്രത്യേക വിഷയത്തോടുണ്ടാകും ഒരു പാഷൻ ഉണ്ടാകും, ഒക്കെ ആവാം. അപ്പൊ അത് നമുക്ക് കാണിക്കുകയും ചെയ്യാം. അന അഹദത്തു അന്നഹുദൽ അറബി ഫീ മാജിസ്റ്റീർ വദറസ്തു വഖറഅതു 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 മിമ്മ സ്വാറ ഫീഹി റഹബ അനീഫ ഔ ശദീദ നഹവ ഹാദൽ മൗദൂ. ഒരു കാരണം പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വി ബിക്കെയിം ഫാസിനേറ്റ് വിത്ത് സബ്ജക്റ്റ് അത് പറഞ്ഞാൽ മതി. അത് ശരിക്കും ദാഫിയ തന്നെയാണ്. പിന്നെ അതിൽ റോൾ ഫ്രം ദ മുഷ്രിഫ് സൂപ്പർവൈസർ അല്ലെങ്കിൽ അതർ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൊലീഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഈ വിഷയം നമ്മളുടെ ഒരു പാഷൻ ആവാനുള്ള കാരണങ്ങൾ നിർബന്ധമായിട്ടും പറയണം. ആരോ അടിച്ചേൽപ്പിച്ചത് എന്ന് വരാൻ പാടില്ല. വിഷയങ്ങൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത്? വിഷയങ്ങൾ മൻ യഖ്തരിബുൽ മൗദൂ അൽ മുർഷിദ് അൽ ബാഹിസ് ബിനഫ്സിഹി അൽ ബാഹിസ് ബിദാതിഹി ഹുവ യഖ്തരിബു വ യഖ്താറുൽ മൗദൂ ലാ അൽ മുഷ്രിദ്. المشرف له دور رئيسي طيب لا ننكره ولكن أكثر من ذلك الباحث ما لم يكن له رغبة وشوق علمي في نفسه لن يدخل هذا المجال أبدا. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് ഇതിൻ്റെ കാരണം എന്നത് ഈ ദവാഫിയെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹുദൂദുൽ ബഹ്സ്. ഹുദൂദ് അതിന്റെ ലിമിറ്റേഷൻസ്. നമുക്ക് ഏത് വിഷയം എടുത്താലും ആ വിഷയത്തെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു ഡീറ്റെയിൽസ് നമുക്ക് സാധിക്കില്ല. അൽ ഇൽമുൽ കാമിലു അൻ ദാലിക്കൽ മൗദൂഇ ഇന്നമാ ദാലിക ഫീ യദില്ലാഹി തആല. അപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാകും. അത് നമ്മളുടെ കുറ്റമോ നമ്മളെ വിവരിച്ചുമല്ല, നമുക്ക് ഈ വിഷയത്തിൽ ഏത് റൂട്ടിലൂടെ പോകുന്നു. അപ്പൊ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും? നഹ്നു ഖാദിഈന ലിബഅദിൽ ഖുയൂദി വൽ ഹുദൂദ്. അത് ലാബുദ്ദ അൻ നുസല്ലിമ അമാമൽ ജമീഅ. അത് ആദ്യമേ അംഗീകരിച്ചാൽ സമ്മതിച്ചു കൊടുത്താൽ മതി. ഈ വിഷയത്തിൽ എൻ്റെ ഏരിയ ഇതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് മറ്റേ പഠിച്ചില്ല, എൻ്റെ അത് ചെയ്തില്ല ചോദിക്കില്ല. നമ്മളുടെ ഏരിയ ഏതാണ്? ഈ റൂട്ട് മാത്രമാണ്. അപ്പൊ ഒരു വിഷയത്തിൽ ധാരാളം വഴികളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഏത് വിഷയത്തിലും പല മൻഹജും സ്വീകരിക്കാൻ പറ്റും. ഒരേ വിഷയം നമ്മൾ രണ്ടുപേരും പഠിക്കുകയാണെങ്കിൽ
ഞാൻ കോഴിക്കോട് നിങ്ങൾ പോകണമെന്നില്ല, അദ്ദേഹം വേറെ വഴി കൂടെ പോകും. എന്നാലും ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുള്ളത് സലാസ് റിജാൽ, സലാസത്ത് റിജാൽ യറൂഖുനില പാലക്കാട്, വാഹിദി എംഷി അന്തരിക്ക് കൊണ്ടോട്ടി, മലപ്പുറം, വാഹിദരിക്ക് അന്തരിക്ക് മഞ്ചേരി, മേലാറ്റൂർ,